മീനച്ചിലാർ കരകവിഞ്ഞപ്പോൾ ഈരാറ്റുപേട്ടയിൽ 400-ലധികം വീടുകളിലാണ് വെള്ളം കയറിയത്. ഇന്ന് ഉച്ചയോടുകൂടി വെള്ളം പൂർണ്ണമായും ഇറങ്ങിയെങ്കിലും ഭക്ഷണം തയ്യാറാക്കാനുള്ള സൗകര്യങ്ങൾ പല വീടുകളിലുമില്ല. അടുക്കളയിലെ പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പൂർണ്ണമായും ഒഴുകിപ്പോയ വീടുകൾ പോലുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈരാറ്റുപേട്ട നഗരസഭയുടെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളുടെ സജീവ സാന്നിധ്യത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനം ആരംഭിച്ചത്. ഉച്ചയ്ക്കും രാത്രിയും 1000-ലധികം ഭക്ഷണ പൊതികളാണ് കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നും തയ്യാറാക്കി വിതരണം ചെയ്യുന്നത്. ഈരാറ്റുപേട്ട കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നും റാംഷാ CP തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ട നഗരസഭയുടെ കമ്മ്യൂണിറ്റി കിച്ചണിലാണ്. ഇവിടെ പ്രളയം സമാനമായ വെള്ളപ്പൊക്കം വലിയ നിലയിൽ ബാധിച്ച ഒരു നഗരസഭയാണ് ഈരാറ്റുപേട്ട നഗരസഭ. നമ്മൾ ഇന്നലെയൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടു. ഇന്ന് രാവിലെ മുതലാണ് ഇവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചത്. ശരിക്കും നിങ്ങൾ ഈരാറ്റുപേട്ടയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതങ്ങൾ ഒരു പരിധിവരെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടവരാണെന്ന് വിശ്വസിക്കുന്നു. ഈരാറ്റുപേട്ടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വെള്ളപ്പൊക്കവും 400-ലധികം വീടുകളും 100-കണക്കിന് കടകളും വെള്ളത്തിൽ പൊങ്ങി പൂർണ്ണമായും നശിച്ച അവസ്ഥയിൽ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ച ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. പെട്ടെന്നുണ്ടായ മഴയിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തുടക്കം എന്ന നിലയിൽ നമുക്കിവിടെ ഏറ്റവും സമയോചിതമായ ഇടപെടൽ നടത്തി നമ്മുടെ ഇവിടുത്തെ റെസ്ക്യൂ പ്രവർത്തകർ, ടീം നന്മക്കൂട്ടവും ടീം എമർജൻസിയും റെസ്ക്യൂ ഫോഴ്സും അടങ്ങുന്ന ഈ 3 റെസ്ക്യൂ സംഘടനകൾ വെള്ളപ്പൊക്കമുണ്ടായ അന്ന് രാത്രി ആളുകളെ രക്ഷിക്കാൻ സമയോചിതമായ ഇടപെടൽ നടത്തിയതാണ് നഗരസഭയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിലമതിക്കാനാവാത്ത ഇടപെടലായി കാണുന്നത്. നിങ്ങളുടെയൊക്കെ വാർഡിൽ എത്ര ആളുകൾ ഇത് ബാധിച്ചിട്ടുണ്ട്? യഥാർത്ഥത്തിൽ എത്ര കുടുംബങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ഭക്ഷണം എത്തിക്കുന്നുണ്ട്? നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ഭക്ഷണം നമ്മൾ 400 വ്യക്തികൾക്കുള്ള ഭക്ഷണമാണ് നമ്മളിപ്പോൾ ഈ ഒരു 7-ാം വാർഡിലേക്ക് മാത്രം കൊണ്ടുപോയിരിക്കുന്നത്. അതല്ലാണ്ട് മറ്റ് വാർഡുകളിലേക്കുള്ള കറക്റ്റായിട്ടുള്ള വിവരം ഇവർക്കേ അറിയത്തുള്ളൂ. 1500ഓളം വീടുകളിലേക്കാണ്. വീടുകൾ നശിച്ചിട്ടുണ്ടോ? പൂർണ്ണമായി തകർന്നുപോയ വീടുകൾ എങ്ങനെ ഡിവിഷനിലുണ്ടോ? ഇന്ന് ഞങ്ങളൊരു വീട്ടിൽ ക്ലീൻ ചെയ്യാനായിട്ട് നിന്നപ്പോഴത്തേക്കും അവിടുത്തെ കിണറിടിഞ്ഞ് ഭയങ്കര ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. വീടിനി തകർന്നു പോകുന്നൊരു അവസ്ഥയിലാണ്. ആ വീടിന്റെ ബാക്ക് വശവും കാരണം കെട്ടും വീടിന്റെ കിണർ ഉൾപ്പെടെയാണ് ഇടിഞ്ഞു പോയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം ഈ കമ്മ്യൂണിറ്റി കിച്ചണിന്റെ ഭാഗമായി ഇവിടെ രാത്രിക്കേക്കുള്ള ഭക്ഷണം ഇവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇപ്പോൾ ഏകദേശം എത്ര പാക്കറ്റ് പാക്ക് ചെയ്തു? 700 അപ്പോൾ ഏകദേശം എത്ര എണ്ണം വേണ്ടി വരും ഇന്ന് രാത്രി? 1500 ഇന്ന് രാത്രിക്ക് 1000 എണ്ണം. ഉച്ചയ്ക്ക് 1000 എണ്ണം കൊടുക്കും. നമ്മളിവിടെ എത്ര നേരമാണ് ഭക്ഷണം കൊടുക്കുന്നത്? ഇപ്പോൾ രാവിലെ 3 നേരം. അപ്പോൾ ഇതാണ് ഒരു 3 നേരവും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ നിലയിൽ വലിയൊരു ടീം വർക്കാണ് നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. നഗരസഭ വലിയ നിലയിൽ തന്നെ ഇക്കാര്യത്തിലെല്ലാം ഇടപെടുന്നുണ്ട് എന്നതാണ്. ആ നിലയിൽ തന്നെ നമുക്കിവിടെ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. 400ഓളം വീടുകളിലാണ് ഇവിടെ വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നത് എന്നതാണ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്ത. അതിപ്പോൾ നഗരസഭാ ചെയർമാനും പറയുന്നത് 1000ഓളം ഭക്ഷണ പൊതികളാണ് ഇവിടെ നിന്നും ഇപ്പോൾ ഉണ്ടാക്കി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജയ് CP-ക്കൊപ്പം റിപ്പോർട്ടർ റാംഷാ CP, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.